നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ധർമ്മൻ ബാലന്റെ മുറിയിൽ നിന്ന് ആ വെള്ളക്കുപ്പിക്കകത്ത് കുറച്ച് വാറ്റ് ചാരായം എടുത്തോണ്ട് മുറിയിലേക്ക് വരുന്നേ. നല്ല കശ്മാങ്ങിയിട്ട് വാറ്റിയ സാധനം, ഇത് ഇത്തിരി കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാ എന്നൊക്കെ വിചാരിച്ച് മുറിയിലേക്ക് വന്നു. മുറി കൊണ്ടുവന്നത് വെക്കുവാണ്. ഈ സമയം ആകാശ് ചോദിച്ചു, എന്താ മാമ? മാമന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ളൂന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ആൾക്കാരെന്ന് പറഞ്ഞു. എന്താ മാമ പറയണേന്ന് ചോദിച്ചു. അതെ, പലരുടെ ഉള്ളിലും നല്ല നല്ല കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാരും മാന്യന്മാരാന്ന്, പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, എന്തൊക്കെയും മാമ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. നിനക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. പിന്നീട് ആകാശിനെ അവിടെ പിടിച്ചിരുത്തുവാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് എങ്ങോട്ടേക്ക് വന്നേ. അളിയനുള്ളതുകൊണ്ട് ഇത്തിരി ബിയർ പോലും മേടിച്ചടിക്കാൻ പറ്റില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതെ, എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കും മാമ. എന്തേലും ഒരു വഴിയുണ്ടോ? എങ്ങാനും അച്ഛനെങ്ങാനും കയറി വന്നാൽ പെട്ടുപോകും നമ്മള്. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതെ, ഈ സമയത്ത് ഒരു ഇച്ചിരി നല്ല കശുമാങ്ങിയൊക്കെ ഇട്ട് മാറ്റി നല്ല ഇച്ചിരി നാടൻ സാധനം കിട്ടിയാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, ഇതേ മാമ വെറുതെ കൊതിപ്പിക്കരുതെന്ന് പറഞ്ഞു. എടാ, കിട്ടിയാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ? മാമനിത് എന്ത് വർത്താനമാ മാമ പറയണമെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവന്മാരെ കൂടെ വിളിക്കുക. അപ്പോഴേക്കും ആരിനും ആനന്ദ് വന്നു. എന്താ എന്താ മാമ കാര്യം എന്ന് ചോദിച്ചു. എടാ, നമ്മളൊന്നും ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങള്? ഞാനിപ്പോഴേ ആധാർ കാർഡ് കൊണ്ട് കൊടുക്കാനായിട്ട് അളിയന്റെ മുറിയിലേക്ക് പോയില്ലായിരുന്നോ? പോയി. നമ്മളൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വരുന്ന വഴിക്കേ അളിയൻ നമ്മളെ നിർത്തിയിട്ട് എങ്ങോട്ടോ പോയില്ല. കുറെ സമയം കഴിഞ്ഞിട്ടല്ലേ വന്നു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞേ, ഏതോ ഒരു മുനിയാണ്ടിയെ കാണാൻ പോയതാന്നൊക്കെ പറഞ്ഞു. പിന്നെ അളിയന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അളിയനെ താഴെ വെച്ചത് കൂടിയില്ല. ആ ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, ശ്രദ്ധിച്ചായിരുന്നു. ആരെ കൊണ്ടൊന്ന് തൊടിപ്പിച്ചു പോലും ഇല്ലാന്ന് പറഞ്ഞു. അതിനകത്ത് എന്തായിരുന്നു നിനക്ക് അറിയണമെന്ന് ചോദിച്ചു. അതിനകത്ത് എന്തായിരുന്നു ചോദിച്ചു. ആര്യം ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുന്നേ. ഞാൻ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അളിയൻ കുളിക്കുക. ആ സമയത്ത് ആ ബാഗ് ഇരിക്കുന്ന കണ്ടു. ഞാനത് തുറന്നു പോയി കഴിഞ്ഞപ്പോ അതിനകത്ത് നല്ല നാടൻ വാറ്റെന്ന് പറഞ്ഞു. നാടൻ വാറ്റോ? എന്തൊക്കെയാ മാമ പറയണേ? മാമൻ എന്നാ ബന്ധിപ്പിച്ചിട്ടുണ്ടോ? അതും അച്ഛന്റെ കൈവശം, അച്ഛന്റെ ബാഗിനകത്തുനിന്ന് കിട്ടിയേ തന്നെ എന്ന് ആര്യം പറഞ്ഞു. എടാ, ഞാൻ സത്യമായിട്ട് ഉള്ള കാര്യം പറഞ്ഞേ. അതിനകത്തുനിന്ന് കുറച്ച് ഞാൻ ഒഴിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ വാട്ടർ ബോട്ടിലിനകത്തെന്ന് പറഞ്ഞു. ആ വെള്ളക്കുപ്പി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇതിനകത്തോ? സംശയം ഉണ്ടാ, മണത്ത് നോക്കാൻ പറഞ്ഞു. മണത്ത് വയ്ക്കും. കൊള്ളാലോന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ആ കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു. അല്ല, അച്ഛനിത് എങ്ങനെ? ഒന്നും മനസ്സിലാകുന്നില്ലോ. സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലോ അച്ഛൻ. അതെ, അളിയൻ ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ അളിയൻ തന്നെ കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനടുത്ത് വെള്ളം ഒഴിച്ചു വെച്ചെന്ന് പറഞ്ഞു. ആ സമയം ആകാശ് പറഞ്ഞു, എന്റെ മാമനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതെ, ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, മാമൻ ഞങ്ങൾക്ക് കുറച്ചെങ്കിൽ തരാൻ പറഞ്ഞു. എടാ, അത് കുറച്ചുള്ളൂ, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവര് അത് കുടിക്കുവാണ്. ഈ സമയത്ത് ബാലൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ മാറി ബാഗ് തുറന്നു നോക്കി കഴിഞ്ഞപ്പം സാധനമുണ്ട്. നല്ല കശുമാങ്ങിയിട്ട് മാറ്റിയ സാധനമാണ്. അങ്ങനെ ബാലനകത്ത് നോക്കുവാണ്. ആർക്കും അറിയത്തില്ല ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ പെട്ട പാട് തനിക്കല്ലേ അറിയത്തുള്ളൂ. സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു തന്നെ. എന്നാലും തനിക്ക് ഇത്ര കഴിവുണ്ടെന്ന് വിചാരിച്ചില്ല. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയായിരുന്നു തീർന്നായിരുന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ആകാശൊക്കെ കുറച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശനൊക്കെ നന്നായിട്ട് തലയ്ക്ക് പിടിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മാമ എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. സങ്കടം എന്തിന്? അതെ, ഞാൻ അച്ഛനോട് തെറ്റ് ചെയ്തോന്ന് എനിക്കൊരു ബുദ്ധിമുട്ട്. തെറ്റോ? അതേന്നെ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അച്ഛനോട് ഇപ്പൊ തന്നെ സോറി പറയണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മം പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ നമുക്ക് കളിയന്റെ മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ബാലന്റെ മുറിയിലേക്ക് വരിക. ഈ സമയത്ത് ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ എന്തൊക്കെയോ ഭാവിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പോരാത്തതിന് ബാലച്ചനോട് വിളിച്ച് പറയുകയും ചെയ്തു. ബാലച്ചനോട് നിന്നോളാനും പറഞ്ഞു. അച്ഛനത് ലാക്കാക്കി എടുത്തിരിക്കുക. തൽക്കാലത്തേക്ക് തങ്ങളുടെ മുറി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശ്രീദേവി താനും ആനന്ദം കിടക്കുന്ന മുറി കൊടുത്തത്. അച്ഛന്റെ മനസ്സ് വേറെ എന്തോ ഉണ്ട്. അച്ഛൻ ആഗ്രഹിക്കുന്ന ബാലച്ചന്റെ ഒക്കെ മുറി കിടക്കാനാ. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ സമയം ഉദയവാനു കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ 10 ലക്ഷം രൂപയുടെ സ്വർണം ബാലന്റെ മുറിയിലാണ്. ആ മുറിയിൽ ചെന്നാൽ അത് അടിച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണ്ടേ? ആ ഒരു ചിന്ത മാത്രം ഉദയഭാനുന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനൊരു പോംവഴി എന്താ എന്നൊക്കെ വിചാരിച്ചു. അതേ സമയത്ത് ശ്രീദേവി തന്നെയുള്ളതുകൊണ്ട് ശ്രീദേവിയും ഗോമതിയൊക്കെ ഒരു മുറി കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് വൈകുന്നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒരു മുറിയിലാണ് കിടക്കുന്നത്.
അപ്പം മീനാക്ഷി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ മുറി കിടക്കാന്ന് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ കൂടാന്ന് പറഞ്ഞു. ആകാശം അതിനും ആരും ഇല്ലല്ലോ, അപ്പൊ എല്ലാവർക്കും വർത്താനം ഒക്കെ പറഞ്ഞ് രാത്രി സന്തോഷമായിട്ട് കിടന്നുറങ്ങാലോ. കുറച്ചുപേര് കട്ടിലും കുറച്ചുപേര് നിലത്തൊക്കെ ആയിട്ട്. അത് ശ്രീദേവിക്ക് സമ്മതമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്നാലും ശ്രീദേവിയുടെ ഉള്ളിനുള്ളിൽ ഒരു ചിന്തയുണ്ട്. അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയത്തില്ല. അച്ഛനിനി അടുത്ത ഊടായ്പായിട്ടാണോ വന്നതെന്നും അറിയത്തില്ല. അങ്ങനെയാണ് കള്ളത്തരം പൊളിക്കണം. അച്ഛൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ സമയം ഉദയഭാനും എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങിയിട്ട് വേണം ബാലന്റെ മുറിയിൽ പോയി നോക്കണം. അപ്പൊ ബാലന്റെ മുറിയിൽ അന്ന് ആരും ഉറങ്ങുന്നില്ലെന്ന കാര്യം ഉദയഭാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീദേവി മീനാക്ഷി മിത്ര എല്ലാവരും കൂടെ ഒരു മുറിയിലാന്നുള്ള കാര്യമോ. അപ്പൊ ആ മുറിയിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണ്ടറിയാം ആ സ്വർണ്ണം അവിടെ ഉണ്ടോന്ന്. അങ്ങനെയാണത് അടിച്ചു മാറ്റാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് ബാലന്റെ അടുത്തേക്ക് ആകാശവും ആന്യൊക്കെ വന്നു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അളിയനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് ഇവർക്ക്. എന്ത് സംസാരിക്കാൻ? ആ സമയം ആര്യം വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കുക, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, അതെ, എന്നാലും എൻ്റെ അച്ഛ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ലാന്ന് പറഞ്ഞു. എന്ത്? അത് പിന്നെ ഞാൻ അച്ഛനെ ചതിച്ചെന്ന് പറഞ്ഞു. ചതിച്ചെന്ന് എന്തിന്? അതെ, കോമഡി സ്റ്റോഴ്സിനെ വെല്ലാനായിട്ടാണ് ഞാൻ പുതിയ ഒരു ഷോപ്പ് ഇടാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛാ. അച്ഛനെ ഞാൻ ചതിക്കുകയല്ലേ ചെയ്തേ. എൻ്റെ തെറ്റാതെ എന്നോട് ക്ഷമിക്കാച്ചാന്നൊക്കെ പറഞ്ഞ് ബാലന്റെ കാലിലേക്ക് വീഴുവാണ്. ബാലൻ പറഞ്ഞു, എടാ മോനെ, നീ എന്താ കാണിക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നോട് ക്ഷമിക്കച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എന്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും മാപ്പ് കുറച്ചിലും കാര്യങ്ങളൊക്കെ ആയി. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സാധനം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് സാധനം? അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ബാഗ് തുറന്ന് ആ കുപ്പി എടുത്ത് കാണിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മന് ആകാശിനെ അന്യൊക്കെ മാറി നോക്കി. ഇതൊക്കെ മുമ്പ് എടുത്ത് അടിച്ചാന്നുള്ള കാര്യം ബാലന് അറിയില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. ആ സമയത്ത് ആകാശനൊക്കെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടെ കൂടി ബാലനും കൂടെ കൂടി മദ്യം കുടിക്കുകയാണ്. മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും നല്ല ഫിറ്റായി. ഭയങ്കര സന്തോഷം. ഇതിനു മുമ്പ് അവരിങ്ങനെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ബാലൻ കൽപ്പിക്കും, മക്കൾ അനുസരിക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇതിപ്പം അച്ഛനോ മക്കളോ അങ്ങനെയുള്ള വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് അടിച്ചു പൊളിച്ച് പാട്ടും പാടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഒടുവിൽ ആനന്ദ് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സ് ഫ്രഷ് ആക്കിയിട്ട് വേണം പോവാനായിട്ട്. അച്ഛനോട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയേണ്ടെന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, അതുപോലെ തന്നെ എനിക്കും. അച്ഛനെ ഞാൻ തെറ്റിദ്ധരിച്ചു, എന്നോട് ക്ഷമിക്കച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കെട്ടി മറിഞ്ഞു കിടന്ന ഡാൻസ് കളി പാട്ടും മേളമൊക്കെയാണ്. സമയം പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉദയഭാനു പതുക്കെ എഴുന്നേറ്റ് ബാലിന്റെ മുറിയിലേക്ക് പോവുകയാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിയിട്ടാണ് പതുക്കെ മുറിയിലേക്ക് കയറുന്നത്. അങ്ങനെ മുറിയിൽ പോയി ലൈറ്റ് പോലും ഇട്ടില്ല. മൊബൈൽ വെട്ടത്തില് അവിടെയൊക്കെ ഒന്ന് പരുതി നോക്കുവാണ്. ഇവിടെ എവിടെന്നേലും എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോന്ന്. ആ സ്വർണ്ണം എവിടെയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അറിയത്തില്ല. അലമാരിക്കകത്തായിരിക്കും. അലമാരിയുടെ കീയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഈ സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നത്. ശ്രീദേവിക്ക് അറിയായിരുന്നു ഉദയഭാനു വെറുതെ വന്ന് ഇവിടെ നിൽക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ ശ്രീദേവി ബാലന്റെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെറിയൊരു മൊബൈൽ വെട്ടം കണ്ടു. ശ്രീദേവി പതുക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ അച്ഛനോട് മുറിയിൽ നിന്ന് പരതുവാണ്. അവിടെയൊക്കെ നോക്കുവാണ്. പെട്ടെന്ന് ശ്രീദേവി കട്ട കലിപ്പായി. ശ്രീദേവി ഉദയഭാന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ഉദയഭാനി ഞെട്ടലോട് കൂടി ശ്രീദേവിയെ നോക്കണം. പിന്നീട് ശ്രീദേവി കയ്യെ പിടിച്ച് വലിച്ച് സിറ്റ് ഹോട്ടലിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അച്ഛൻ എന്താ കാണിച്ചുകൊണ്ടിരുന്നേന്ന് ചോടെ. ഒന്നുമില്ല മോളെ, അച്ഛൻ എന്താ ബാലച്ചന്റെ മുറി കയറിയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ വെറുതെ ചൂടൊക്കെ ആയതുകൊണ്ട്. എന്ത് ചൂടായതുകൊണ്ട്? എന്റെ അടുത്ത് വെറുതെ അഭ്യാസം എടുത്തേക്കരുത്. നാണം ഉണ്ടോ അച്ഛൻ നിങ്ങക്ക്? എന്തോ വേറെ തന്ത്രമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒന്നെങ്കിൽ പണം അല്ല സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയല്ലേ. ഇതിനേക്കാളും ഭേദം അച്ഛൻ പോയി വല്ല ആത്മഹത്യയും ചെയ്യുന്ന. ഇത്തിരിയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യുവാണെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവി ഭയങ്കരമായിട്ട് കൂടെ ദേഷ്യപ്പെടുവാണ് ഉദയഭാനുവിനോട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. കള്ളത്തരങ്ങളൊക്കെ എന്താണെങ്കിലും പുറത്തു വരും അധികം വൈകാതെ തന്നെ. അത് നാളൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആനന്ദ് ചിലപ്പോൾ അറിയുമായിരിക്കും അലോ കാരണമാണ് കുഞ്ഞു പോയെന്നുള്ള സത്യങ്ങളൊക്കെ. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.